എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇവിടെ ഒക്ടോബർ 31 ഹാലോവിൻ ഡേ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊരു പുതിയ അനുഭവമായിരുന്നു ഹാലോവിൻ. ടിവിയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, ഈ സിനിമകളിലും കാർട്ടൂണുകളിലൊക്കെ ഹാലോവിൻ എന്ന് പറഞ്ഞ കുട്ടികളൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ധരിച്ച് കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് നല്ല രസമായിരുന്നു. അപ്പൊ അത് കാണാൻ പറ്റി നേരിട്ട്. അപ്പൊ ഞങ്ങളും അതിൽ പങ്കെടുത്തു. എന്റെ മക്കളും ഓരോരോ ഡ്രസ്സൊക്കെ ഇട്ട് ഹാലോവിന്റെ ഓരോ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങി. നമുക്ക് അന്നത്തെ ദിവസം ഇങ്ങനെ നമുക്ക് പുറത്തിറങ്ങി പല പല വീടുകളിലും പോയി ഡോറിൽ നോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്താ പറയാ ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടും. അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് ഹാലോവിൻ എന്ന് പറഞ്ഞാൽ. ഇതുവരെ കേട്ടിട്ട് മാത്രമുള്ള ഒരു ഫെസ്റ്റിവൽ അങ്ങനെ എന്താ പറയാ അതിന്റെ ഒരു ഭാഗമാവാൻ പറ്റി. എന്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ ഒരുപാട് പേര് കണ്ടു എന്ന് അറിഞ്ഞു, വളരെ സന്തോഷം. ആ വീഡിയോയുടെ ഒക്കെ കമന്റിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങോട്ടൊക്കെ വരാൻ ശ്രമിക്കുന്നുണ്ടെന്ന്, അതായത് യൂറോപ്യൻ കൺട്രീസിലോട്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വന്നു എന്നും അതേപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്നും ഇവിടുത്തെ വിസകൾ, പെർമിറ്റുകൾ, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ. അപ്പോൾ പറ്റുകയാണെന്ന് വെച്ചാൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇവിടെ അയർലൻഡിൽ നോൺ യൂറോപ്യൻ യൂണിയൻ അംഗമുള്ള രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആളുകൾ ജോലി ചെയ്യണമെങ്കിൽ പെർമിറ്റ് വേണം. വിവിധ തരത്തിലുള്ള പെർമിറ്റുകളുണ്ട്. പക്ഷേ അതിൽ മെയിനായിട്ടുള്ള 2 പെർമിറ്റുകൾ എന്തൊക്കെയാ വെച്ചാൽ ക്രിട്ടിക്കൽ സ്കിൽഡ് എംപ്ലോയ്മെൻറ്റ് പെർമിറ്റും അതേപോലെ തന്നെ ജനറൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റും. ഇന്ന് വീഡിയോയിൽ ഈ 2 പെർമിറ്റുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ്? അതായത് അയർലൻഡിൽ ക്ഷാമമുള്ള സ്കിൽഡ് ജോലികളുണ്ടല്ലോ, അതിലോട്ട് ഉള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഒരു പെർമിറ്റാണ് ഈ ക്രിട്ടിക്കൽ സ്കിൽഡ് എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ്. ഈ പെർമിറ്റ് കിട്ടണമെന്ന് വെച്ചാൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ആദ്യത്തേന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇവരുടെ വെബ്സൈറ്റിൽ കുറച്ച് ജോബ്സ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് സ്കിൽഡ് ജോബ്സ്. അതിലേതെങ്കിലും ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന ജോലി. ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ ആ കിട്ടുന്ന ജോലിയുടെ വാർഷിക ശമ്പളം 34,000 യൂറോ ആയിരിക്കണം. അതുമാത്രമല്ല, നമ്മൾക്ക് ജോലി തരുന്ന കമ്പനിയിൽ 50-50 റൂൾ അത് അപ്ലൈ ആയിരിക്കണം. അതായത് 50% അവിടെയുള്ള എംപ്ലോയീസ് യൂറോപ്യൻ യൂണിയനിലെ അംഗത്വമുള്ള ആളുകളായിരിക്കണം. പക്ഷേ സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഒരുപാടുണ്ടല്ലോ, അതിനകത്തൊന്നും ഈ റൂൾ ബാധകമല്ല, 50-50 റൂൾ. പിന്നെ ഈ പെർമിറ്റ് കിട്ടാനുള്ള നമ്മുടെ ക്വാളിഫിക്കേഷൻസ് അതെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ ജോലി അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻസ് അത് നമുക്ക് നിർബന്ധമായും വേണം. ക്വാളിഫിക്കേഷൻ അതേപോലെ തന്നെ എക്സ്പീരിയൻസ്. നിങ്ങൾക്കൊരു നേഴ്സോ അല്ലെങ്കിൽ ഒരു മിഡ് വൈഫായിട്ടോ ഇവിടെ ജോലി കിട്ടണമെങ്കിൽ NMBA അഥവാ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി ബോർഡ് ഓഫ് അയർലൻഡിൽ രജിസ്റ്റർ ചെയ്യണം. NMBAയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾ OET എന്ന എക്സാം പാസ്സായിരിക്കണം. എൻ്റെ വൈഫ് ഇവിടെ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവൾ നാട്ടിൽ വെച്ച് OET എക്സാം പാസ്സായി NMBAയിൽ രജിസ്റ്റർ ചെയ്ത് അതിനുശേഷമാണ് വർക്ക് പെർമിറ്റ് കിട്ടിയത്, ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റ് കിട്ടി ഇങ്ങോട്ട് വന്നത്. ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് കിട്ടിയ ഒരാൾക്ക് സ്വന്തം സ്പൗസിനെയും മക്കളെയൊക്കെ ഇവിടേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ വൈഫിൻ്റെ ഡിപ്പെൻഡൻറ്റ് വിസയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ മക്കളും. എൻ്റെ വൈഫ് ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അപ്രൂവായി. അങ്ങനെയാണ് ഞാൻ വന്നത്. ഈ ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞ് 21 മാസം കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ PR അപ്ലൈ ചെയ്യാം, അതായത് സ്റ്റാമ്പ് 4 എന്നാണ് പറയുക. പിന്നീട് ഇവിടെ 5 വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാനും പറ്റും. ഇതൊക്കെയാണ് ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ്. ഇനിയുള്ളതാണ് ജനറൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ്. അയർലൻഡിൽ ലേബർ ഷോർട്ടേജ് ഉള്ള ചില ജോലികൾക്ക് ഈ ജനറൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് വെച്ച് നമുക്കിവിടെ വർക്ക് ചെയ്യാവുന്നതാണ്. ഈ പെർമിറ്റ് കിട്ടാനും കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഐറിഷ് ഗവൺമെൻറ് അവരുടെ വെബ്സൈറ്റിൽ കുറച്ച് ജോലികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ജോലികൾക്കൊന്നും തന്നെ ഈ ജനറൽ എംപ്ലോയ്മെൻറ്റ് വർക്ക് പെർമിറ്റ് കിട്ടുന്നതല്ല. അതേപോലെ തന്നെ ആ കിട്ടുന്ന ജോലിക്ക് വാർഷിക വരുമാനം 34,000 യൂറോ ഉണ്ടായിരിക്കണം. നമുക്ക് ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ കുറച്ച് ജോലികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വെബ്സൈറ്റിലെ ജോലികൾ ആവാനും പാടില്ല. പ്ലസ് 34,000 വാർഷിക വരുമാനം ഉണ്ടായിരിക്കുമ്പോൾ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ ഒരു ഹോം കെയർ ആയിട്ടാണോ വരുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള ഇയർലി ഇൻകം അത് 27,000 ആയാലും നിങ്ങൾക്ക് ഈ പെർമിറ്റ് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് ലെവൽ 5 QQI ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അഥവാ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ 2 വർഷത്തെ സമയമുണ്ട്, അതിനുള്ളിൽ നമ്മളത് പാസ്സായിരിക്കണം, ആ ലെവൽ 5 ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. പിന്നെ 1-2 കാര്യങ്ങൾ എംപ്ലോയർ ചെയ്യേണ്ടതുണ്ട്. അത് ഒബ്വിയസ്ലി നിങ്ങളെ ബാധിക്കുന്നില്ല, നിങ്ങളുടെ കയ്യിലൊന്നും ചെയ്യാനും പറ്റില്ല. എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ അതിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ലേബർ മാർക്കറ്റ് നീഡ് ടെസ്റ്റ് ഉണ്ട്, അത് നടത്തണം. അതേപോലെ തന്നെ
എംപ്ലോയീസ് 50-50 റൂൾ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 50% എംപ്ലോയീസ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളായിരിക്കണം അവിടെ വർക്ക് ചെയ്യുന്നത്. ഈ പെർമിറ്റിൽ ജോലി ചെയ്യുന്നവർ 1 വർഷം ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാമിലിയെ കൊണ്ടുവരാവുന്നതാണ്. പക്ഷേ നമുക്ക് അവരെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചിരിക്കണം. എന്നാലും നമുക്ക് അവർക്കുള്ള വിസ കിട്ടുള്ളൂ. ഈ പെർമിറ്റിൽ വന്നിട്ട് 57 മാസം ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും സ്റ്റാമ്പ് ഫോറിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ 2 പെർമിറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ 2 പെർമിറ്റുകളെ കുറിച്ച് പറയാൻ കാരണം ഇതാണ് കൂടുതലായിട്ടും ആളുകൾ ഇങ്ങോട്ട് വരാൻ യൂസ് ചെയ്യുന്ന പെർമിറ്റ്. ഇതല്ലാണ്ട് വേറെയും പല പെർമിറ്റുകളും ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായും കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു ജോലി കിട്ടുകയാണ് ചിലപ്പോൾ അയർലൻഡിൽ, ഉറപ്പായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, എന്നിട്ടേ വരാമോ. അല്ലെങ്കിൽ പല സ്കാമിൽ പെടാൻ ചാൻസ് ഉണ്ട്, നമുക്ക് വെറുതെ പൈസയൊക്കെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ, വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഞാനത് കമൻറ്റിലൂടെ തന്നെ റിപ്ലൈ തരാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നെപ്പോലുള്ള ചെറിയ ചാനലുകൾക്ക് അതൊക്കെ ഒരു വലിയൊരു ബൂസ്റ്റാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഇനി കാണാം. അപ്പോൾ ബൈ.